എടാ ചന്ദ്ര സീരിയസ്ലി ചോദിക്കോ വരുന്നോ? ചന്ദ്രൻ ജയിച്ച ജോക്കി ചന്ദ്രനെ അച്ഛാന്ന് വിളിക്കണം. ജോക്കി ജയിച്ച ചന്ദ്രൻ ജോക്കിനെ അച്ഛാന്ന് വിളിക്കണം. മോനെ ഇവിടെ അംഗം നടക്കോടാ. ഇവനായിട്ടൊക്കെ തോറ്റു കഴിഞ്ഞാ ഉണ്ടല്ലോ ഷെഡി ഒരു മൂത്തിട്ട് നടക്കേണ്ടി വരും. എടാ ചന്ദ്ര നീ 1v1 കളിക്കുന്നുണ്ടോടാ? ചേട്ടാ ഇതില്ല, നമ്മള് ലോക്കൽ പ്ലേസിന്റെ കളി നിർത്തി. നമ്മള് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ വാ. ചേട്ടാ ഇതില് ചേട്ടൻ തോക്കും, ചേട്ടൻ തോക്കും, അങ്ങനെ ചോദിച്ചപ്പോ അത് വരത്തില്ലല്ലോ. ചേട്ടൻ എന്തായാലും തോക്കും. ചേട്ടാ ഇത് ചില ചേട്ടൻ തോക്കും, ചേട്ടൻ തോക്കും, ചേട്ടൻ തോക്കും. എടാ നീ വാടാ നീ. ഇല്ല ചേട്ടാ എനിക്ക് അളിയ ഗോകു ആർക്കും കളിക്കാൻ തുടങ്ങിയല്ലേ നീ? ഞാൻ എന്നോട്ടേ അത് അന്നോട്ടേ തുടങ്ങി. 39 മണിക്കൂർ നീ കളിച്ചു. ഞാൻ ഇന്നലെ കണ്ടു. ഞാൻ ഇന്നലെ ആർക്കും ഇങ്ങനെ ഇത് നോക്കിയപ്പോഴത്തേക്കും ഒരേ ഒരാളെ എന്റെ ഭയങ്കര ഇതാടാ, ഭയങ്കര റിപ്പറ്റീറ്റീവ്നെസ് അതിന്. എടാ ചന്ദ്ര സീരിയസ്ലി ചോദിക്കോ വരുന്നോ? ചേട്ടാ വാലറന്റ് ആണോ? ചന്ദ്ര ആർക്ക് റൈഡേഴ്സിലെ എതിരെ വരുന്ന എനിമീസിനുണ്ടല്ലോ അവനെയൊക്കെ വൺ ടാപ്പ് ചെയ്ത് കൊല്ലോട്ടായി ജോക്കി. അതിലുള്ള ബോട്ടുണ്ടല്ലോ ഇവരെടുത്ത് പണ്ണു. ബോട്ടിനെ കൊല്ലാൻ പറ്റത്തില്ല, ആൾക്കാരൊക്കെ വൺ ടാപ്പ് ഒക്കെ നല്ല അല്ല ഗൈസ് സത്യം പറയും. ശരത്തേട്ടനൊക്കെ നമ്മൾ അത്ര ഇതായിട്ട് കാണുന്ന ഒരാളാണ്. അവരൊക്കെ എനിക്ക് ലൈവില് 12 പേര് ശരത്തേട്ടൻ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ തോപ്പിക്കാൻ തോപ്പിക്കുന്ന ഷോക്കാണ് താങ്ങാൻ പറ്റില്ല. ഇതിപ്പോ ഇല്ല അളിയ ഗോകു നല്ല കാര്യം കേട്ടോ. ഞാൻ കണ്ട സ്റ്റോറി ഉണ്ട്. ഇല്ല എനിക്ക് ചന്ദ്രനിൽ നിന്ന് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഇതാണ് ജിം. അത് ചന്ദ്രൻ കാരണമാണ് ഞാൻ ഇതായത്. അല്ല സാറേ നമ്മള് ചുമ്മാ ചേട്ടാ ഇത് തോറ്റാലും നാളെ കളിക്കാം. നാളെ ലൈവ് ഇടണേ. കാരണം ഇത് എന്തായാലും ഷൂറാണ് ചേട്ടാ തോക്കും. ഇത് അപ്പൊ എന്താ നാളെ ലൈവ് ഇടണേ. കാരണം ഇത് വിഷമത്തിൽ പോവല്ലേ, അതേ എനിക്ക് പറയാം. ഇത് തോക്കുന്ന ആള് ചന്ദ്രനും ജോക്കി ഇതിൽ തോക്കുന്ന ആള് എതിരെ ചന്ദ്രൻ ജയിച്ച ജോക്കി ചന്ദ്രനെ അച്ഛാന്ന് വിളിക്കണം. ജോക്കി ജയിച്ച ചന്ദ്രൻ ജോക്കിനെ അച്ഛാന്ന് വിളിക്കണം. ചേട്ടാ അങ്ങനെ വിളിക്കണ്ട, ഡാഡി വിളിച്ചേ. ഇംഗ്ലീഷാണ് താല്പര്യം. അല്ല ഞാൻ ഡീല് പറയട്ടെ ചേട്ടാ, എനിക്ക് ബണ്ടിൽ വാങ്ങിച്ചു തരണം. എടാ എന്റെ ഈ ബണ്ടിൽ വാങ്ങിക്കാൻ പോയിട്ട് രാത്രി ആരും വാങ്ങിക്കാനുള്ള പൈസ അക്കൗണ്ടിൽ ഇല്ല. എന്നാ ചേട്ടാ എനിക്ക് തരണം. ഞാൻ ഉറപ്പായിട്ട് നിനക്ക് തരാം. നീ ഒന്നും വിചാരിക്കണ്ട, നീ ഒന്നും വിചാരിക്കേണ്ട പോലെ ഞാൻ നിനക്ക് തരാം. ഒരു മടിയില്ല എനിക്ക്, ഞാൻ തരാം. കൊടുപ്പാ എവിടാ എപ്പോഴാന്ന് പറഞ്ഞാ ഞാൻ തരാം. ഇഷ്ടപ്പെട്ടാ എന്റെ ഫാന്റെ ഗ്ലിച്ച് പോപ്പ് ഫാന്റെ എക്സ് വാൻഡല് എല്ലാം കണ്ട, എല്ലാ അപ്ഗ്രേഡബിൾ സ്കിന്ന്. ഇത് EXO വാൻഡിൽ വാങ്ങിച്ചാ ഞാൻ ഇമോട്ടൽ അടിക്കാം. EXO വാൻഡിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇമോട്ടൽ അടിക്കാളിയാ. നീ വാടകയൊന്നും നിന്നെ കുറെ നേരമായിട്ട് വിളിക്കുന്നു ഞാൻ. എവിടെ പാർട്ടി മാമ പ്രാർത്ഥിക്കണേടാ. ഇന്നലത്തെ കളി വെച്ചാണ് പിള്ളേർക്ക് ലൈവ് ഇട്ട് കൊടുക്കണേ. എടാ ഇത് ഏതായിരുന്നു മാപ്പ്? ഇത് 1v1 കളിക്കാൻ പറ്റിയ മാപ്പ് ഏതായിരുന്നു ചേട്ടാ? ഇതെന്താ സ്ക്രിമ്മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സാധനം? സ്ക്രിമ്മിസ് എന്ന് പറഞ്ഞാൽ 1v1 കളിക്കാൻ പറ്റുന്ന സാധനം. ജോക്കി ഇത് എബിലിറ്റീസ് എടുത്തടാ. എബിലിറ്റീസ് ഇല്ലടാ പൊട്ട അതിനകത്ത്. ഓണാക്കാൻ പറ്റും, ഡീഫോൾട്ട് ഓഫ് ആണ്. അല്ല ചേട്ടാ യൂസ് ചെയ്തോ, എനിക്ക് ഐ ഡോണ്ട് കെയർ. അടിച്ച് തോലയ്ക്ക് തോന്നട്ടോ. അല്ല ചേട്ടാ ഇനി എന്നെ ഗോഡെന്ന് വിളിക്കാവുന്ന. ഓക്കെ ചേട്ടനെ ഗോഡെന്ന് വിളിക്കത്തുള്ള. തിരിച്ച് അതുപോലെ വിളിക്കണേ. പിന്നെ ചേട്ടാ ഇനി എന്റെ ചാറ്റിൽ പിന്നെ ചേട്ടാ പണിഷ്മെന്റ് ചേട്ടാ എന്റെ ചാറ്റ് വന്നു കഴിഞ്ഞാൽ തീട്ടത്തിന്റെ സിമ്പിൾ പിള്ളേരുടെ അടുത്തുള്ളേ. പിന്നെ ചേട്ടാ ഇതാണ് പ്രിലോഡ്. ഗോഡെന്ന് വിളിക്കാം. പ്രിലൂഡ് ഏതാ ഗണ്ണ്? ഏതാ പ്രിലൂഡ് ചേട്ടാ.
ടർഫ് നാളെ guys. അവൻ സ്കിന്നിന്റെ ഇത് പറഞ്ഞതാ സ്കിന്നിന്റെ പേര് പിസ്റ്റൾ വെച്ച് കൊന്നടാ അങ്ങനെ ആദ്യത്തെ സ്കോറുമായിട്ട് രണ്ടാമത്തെ സ്കോറുമായി ട്രിമ്മർ സംസാരി കളിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്റെ കൈ കുറച്ച് സമയം എന്റെ BP കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു. തല പോയല്ലോടാ ഒന്ന് കാണിക്കടാ. നീ പുല്ലാടാന്ന് പറഞ്ഞോണ്ട് ജോക്കി തിരിച്ചെത്തി ഒരു അവർ കളിക്കട്ടെ കഴിയുമ്പോ മാത്രം മതി. നീ ഹൈറ്റ് ഇല്ല എത്രാന്ന് പറഞ്ഞുകൊണ്ട് ജോക്കിയുടെ രണ്ടാമത്തെ സ്കോർ. പേടിയാണ് ബ്രോ. മഞ്ഞ സൂപ്പർ ചാറ്റ് ചെയ്ത് എന്റെ കണ്ണ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. എടാ ഒന്ന് വന്ന് പീക്ക് എടാ ഒന്ന്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് 200 rupees സൂപ്പർ ചാറ്റ്. പിന്നെ എടാ ആരാടാ ഈടാ ഇതൊക്കെ എന്തുവാടാ ഇതൊക്കെ? ഓ വേറെ കണ്ടില്ല ബ്രോ. സോറി അറിയത്തില്ല കേട്ടോ. എടാ നിങ്ങള് എത്ര സ്കോറിന് കളിക്കുന്ന 15? എടാ അത് കൂട്ടത്തില്ല കേട്ടോടാ ചന്ദ്ര. അത് ഇല്ലടാ അവരത് ജഡവേടക്ക് ഒരു ഷോട്ട് വിളിച്ച് കളിച്ചോ. ആദ്യം 30 അടിക്കുന്നവർക്കാണ്. ആദ്യം 30 അടിക്കണം. എടാ എനിക്ക് കൈ ഉറക്കുന്നതാ. നീ കൊറേ നാളെ ലൈവ് കളിച്ചിട്ട്. അത്രേ ഉള്ളൂ. ഞാൻ എടാ കളിക്കാറേ ഇല്ല. മനസ്സിലായില്ലേ? കളിക്കാറേ ഇല്ല. ഞാനും കളിക്കാറില്ല. ഡെയിലി മെന്നിയൻ്റെ ഡെയിലി കളിക്കുന്ന കണ്ടിട്ടുള്ള ഡെയിലി കളിച്ച ഇതെങ്ങാനും ഹെഡ്സെറ്റ് മാത്രം വെച്ച് കഴിക്കുന്നവരവസ്ഥ. എടാ ഈ സംഭവം ഉണ്ടല്ലോ ഹെഡ്ഫോൺ ഇല്ലാതെ കളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാമായിട്ട് കളിക്കാം. ഞാൻ കേട്ടിട്ടുണ്ട്. സൗണ്ട് കേൾക്കില്ല അതാ. ചത്ത് മലക്കാർ റെഡിയാക്കേ. ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഒരു കാര്യമില്ല. പക്ഷെ നമ്മള് തോക്കാറാകുമ്പോ എല്ലാരും പറയുന്ന എക്സ്ക്യൂസ് അതൊക്കെ. ഞാൻ പറഞ്ഞ ഹെഡ്ഫോൺ വെക്കണം അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. എന്ത് ജോക്കിനാണ് സംസാരിക്കാത്ത ജോക്കി. ഞാൻ ലോക്ക് ചെയ്യും. ആരാ സൗണ്ട് അത്? എടാ സൗണ്ട് കേട്ടില്ലടാ. എടാ 5-5 ആണ് ആക്ച്വലി. കാറ്റടിക്കുന്നടാ ബോബേ. ഇടയിൽ ഒരു പോയിന്റ് കരയില്ലടാ. ഒരു പോയിന്റ് വേണ്ടിട്ട് കരയില്ല. ഒറ്റ പോയിന്റ് 5 ആയിട്ടുള്ളടാ. ഒറ്റ പോയിന്റ് കേട്ട് കളിക്കണ്ടടാ. ഒറ്റ പോയിന്റ് കേട്ട് കളിക്കല്ലേ ഇങ്ങനെ. ഫസ്റ്റ് 30 അറിയാതെ തന്നെയാടാ. എടാ ഇപ്പഴ 6 ആയിട്ടുള്ള സത്യം പറഞ്ഞ. എടാ ഇതൊന്നും വരുന്നില്ലടാ. ഇതൊന്നും അത് വരത്തില്ല. അത് കളി നോക്കാൻ വരത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കളിയില്. അത് നല്ലൊരു ഷോട്ടായിരുന്നു. ചേട്ടാ ബെസ്റ്റ് ഓഫ് 3 ആണോടാ? ഇല്ലടാ ഒറ്റ കളിയേ ഉള്ളൂ. ഒറ്റ കളിയുള്ളൂ. എടാ ബെസ്റ്റ് ഓഫ് 3 ഒക്കെ വെക്കണോടാ. എടാ ഇത് 10 തീരൂടാ. ഇത് കുഴപ്പമില്ല. തോറ്റു. ചന്ദ്ര ബെസ്റ്റ് ഓഫ് 3 വെക്കടാ. ആദ്യം 30 അടിക്കുന്നത്. ആദ്യം 30 അടിക്കുന്നവരാ. അതായത് 3 കളി കാണാം. 3 കളി കാണാം. ഗോകു തോറ്റേട്ടാ. ഇത് ഞാൻ ഫസ്റ്റ് കളി തോറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പോരാ. 10 പോരാ. ഭയങ്കര കുറവാടാ. 10 കില്ലൊക്കെ. ചാറ്റിലൊരു തീ ഒരു ഓളം പോരാ. തീയൊക്കെ കത്തട്ടങ്ങട്ടെ ചിരിക്കുന്ന ആൾക്കാര്. എന്റെ പൊന്നെ ചന്ദ്ര ജഡ്ജ് ഒന്നായിട്ട് ചർച്ചയുടെ ചാറ്റായിരിക്കും കണ്ടത്. ജഡ്ജ് ഒന്നും എടുത്തോണ്ട് വരായിരുന്നു. നമ്മുടെ പുതിയ കീബോർഡാണ്. അതാണ് ചന്ദ്രന്റെ ആണോ ഉണ്ടോ? ആരാടാ അത് പറഞ്ഞത്? അല്ല ഞാൻ എന്റെ കഴിഞ്ഞിട്ടാ ചേട്ടാ കരിമ്പിളി 5 ദിവസം വരായിരുന്നപ്പോ ചേട്ടൻ മോഡറേറ്റർ എന്നൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ.
മോനെ ഇവിടെ അംഗം നടക്കുവാടാ. ഇവനായിട്ടൊക്കെ തോറ്റു കഴിഞ്ഞാ ഉണ്ടല്ലോ. ചേട്ടാ ഷെഡി ഒരു മൂത്തിട്ട് കിടക്കേണ്ടി വരും. ഇവൻ എവിടെടാ? ഇവൻ അനങ്ങുന്നില്ലടാ ഇവൻ. അനങ്ങുന്ന ഒരാള്. ആ മാറ്റണ നമ്മൾ ഓ, അപ്പളേ. അപ്രിഷിയേറ്റ് ചെയ്യണം. അപ്രിഷിയേറ്റ് ചെയ്യണം. നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. നിന്റെ കരിമ്പുലിയൊക്കെ കാണിച്ചു ആൾക്കാർ പേടിച്ച ഇല്ല ചുമ്മാല്ലേ ഫേക്കല്ലേ. ചില കളിയൊക്കെ നമ്മളെ കൊടുക്കണം. എന്തായാലും ഫീൽ ആവണം. എന്ത് നല്ല കൊടുക്കൂല്ലേ എന്താ നിനക്ക് തരും. എത്ര തരാനാ പറഞ്ഞിരിക്കുന്നത് എനിക്ക്. തിരിഞ്ഞു കൊടുത്തേന്ന്. Find that rhythm. എടാ അത് വേണ്ടായിരുന്നോ? അത് റിഗ്രറ്റ് ചെയ്യുന്നു ഞാൻ. നമ്മളടിക്കും മുന്നേ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. എന്തിന്റെ കോൺഫിഡൻസ് എന്താ? എടാ ഇവൻ എങ്ങനെ ഒരു വൃത്തിയായിട്ട് അടിക്കുന്നതിന്റെ എത്ര ഹോട്ട്സാ മോണിറ്റർ? ചേട്ടാ എന്റെ മോട്ടറൊക്കെ 240 ഹെഡ്സാ. അതും റീസൺ പറയാൻ പറ്റത്തില്ലല്ലോ. ആ ഇത് കൊള്ളാം. ഇവിടെ ഉണ്ട്, നമ്മളുണ്ട് ചേട്ടാ. അടിച്ചാ മതി ചേട്ടൻ. ബാക്കി നമ്മളേറ്റ് ഇങ്ങോട്ടെന്ത് വെടി വെച്ചാ മതി. എടാ ഇത് അത് അടി, നല്ല അടിയടാ, വൃത്തിയായിട്ട് നല്ല അടി. ചീത്താടി ചീത്താടി. നോക്ക് കാണുന്നുണ്ടോ നീ? Think that's it. ഹെഡില് മാത്രം അടിക്കാറുള്ള. ഹെഡ് മാത്രമേ അടിക്കാറുള്ളൂ. നാളെ 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 എന്റെ ദൈവമേ, 142 അത്. ഡോക്ടർ താങ്ക് യു ഫോർ മെമ്പർഷിപ്പ് ഔട്ടാ. അത് പുതിയാടോ ഇറങ്ങിയത്. പുതിയാടോ ഇപ്പൊ തോപ്പ് ചെയ്യാ. എവിടെ കൂടെ കേറി വന്നു? വിരിത്താൽ നാളെ മുളയ്ക്കും മതി നീ മറക്കാതെ. Okay. Who's got this now? എനിക്കത് I need to അടിക്കാൻ blow പറ്റുന്നില്ല. something up. നീ എടാ, ചേട്ടാ, live കളിച്ച് ഇല്ലാടാ, live ഇറങ്ങുന്നു. മതി കളിയൊക്കെ ഇല്ല. മതി ചേട്ടാ. 7 പോയിന്റ് ഒക്കെ ധാരാളം കേട്ടോ. നേരെ ഭയങ്കര പോയിന്റ് തോറ്റൊപ്പിച്ച് എനിക്ക് റിഗ്രഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ 7 പോയിന്റ് ഒക്കെ ഓക്കെയാണ്. ഇനഫ്. മതിയേട്ടാ 7 പോയിന്റ് ഒക്കെ ഇനഫ്. Let's flush ചന്ദ്രൻ തന്നെടാ കളിക്കുന്ന ഇത്. 7 പോയിന്റ് ഈസി. നൈസ് കളിടാ. ഇതെങ്ങനെയെങ്കിലും പിടിക്കണം. എടാ അളിയ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അളിയാ. അത് കൊള്ളാം. Let's make a dance. 2-2. അളിയ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അളിയാ. പറ്റുവാടാ. അലിൻ ജോസ് പെരേര ഇവിടെ റീൽ ചെയ്യുന്ന പിന്നല്ലേ. അത്രേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കര സംസാരായിരുന്നു. അത് സംസാരിച്ച് കളിച്ചാൽ എനിക്ക് ഫൂട്ടിയായിട്ടില്ലേ? അതെ അലിൻ ജോസ് പെരേര ഇവിടെ റീൽ ചെയ്യുന്ന. മ്യൂട്ട് മ്യൂട്ടേടാ നീ, മ്യൂട്ടേഡ് കളിടാ നീ. കളി നമ്മൾ സംസാരിക്കാതിരിക്കാൻ പറയാം. നീ ആയി അങ്ങനെ പറഞ്ഞു കൊടുത്തേ. എടാ 2 സ്കോർ അടിച്ച് ഡ്രീമർ ജയിക്കുമ്പോ അത് 1 സ്കോർ എടുത്ത് അടുത്ത കളിയോട്ട് മുന്നോട്ട് പോകുമ്പോൾ അറിയാം ഗൈസ്. 2 പേരും കൂടെ ഫൈറ്റിലാണ്. ജോക്കി അടിക്കുന്നു, ഡ്രീമർ ഓടിക്കുന്നു, ജോക്കി അടിക്കുന്നു. അറിയാനുള്ള നടക്കാൻ പോകുന്നത് കാണികളെ. കാണികളെ നിങ്ങൾ ഇത് കാണുവിൻ. ഫൈനൽ മാച്ചാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. Let's go.
ആര് ജയിക്കും? എടാ എന്റെ കൈ ഭയങ്കര തണുക്കുന്നുടാ. ചേട്ടാ വേണമെങ്കിൽ ചേട്ടന്റെ മെയിൻ കണ്ണ് ജോക്കിയാണോ? ചേട്ടനോട് മെയിൻ കണ്ണായിട്ട് ഓപ്പറേറ്റർ എടുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. വേണ്ട വേണ്ട വേണ്ട, നീ എടുക്കല്ലോ കേട്ടോ. എന്നാ ചേട്ടൻ നിന്റെ അവതാരം ഒന്നും വേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഓപ്പ് എടുക്കുമോ? ഇല്ലല്ലോ ഒപ്പടിക്കില്ല ഒപ്പടിക്കില്ല കേട്ടോ. എടാ നീ ഓപ്പെടുത്തവന് ഷോട്ട് എടുക്കാനാണ്, അതുകൊണ്ട് ആ, yeah. രണ്ടുപേരും അങ്ങ് വാനിൽ അടിച്ചത്. വാനിലല്ലെങ്കിൽ എടാ, അടുത്ത് വരെ നടന്നു വന്നിട്ടേ ഷോട്ടിങ്ങനെ ഇട്ടൊരു പേടി. നാണം ഉണ്ടോടാ നിനക്ക്? നാണം Oh shit. Are we in No, no. their world now? ചന്ദ്ര No. It's Mm. theirs. Cheer for me. ചീറി ചേട്ടാ It's ours. അടിച്ചേരാ കൂട്ടത്തിൽ പറന്നടിക്കും ചെറുത്തേട്ടൻ. പാടറ എന്തിലൊക്കെ പറഞ്ഞടിക്കും ചെറുത്തേട്ടൻ. എടാ അതെനിക്ക് മിസ്ലീഡ് ആയി പോയി കേട്ടോ. I'm still ചേട്ടാ അവിടെ ഒരു ചിത്രശലത്തെ പടമാണ് വരച്ചത്, കൊള്ളായിരുന്നു ചേട്ടാ. ജോക്കി ബൊണാലിസോനാണ് വരച്ചത്. നൈസ് പടം വരച്ച ചേട്ടാ, നാളെ 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 10,000 രൂപയ്ക്ക് വിൽക്കാൻ ഇഴയ്ക്കാതെ. അതും കൊള്ളായിരുന്നു. നൈസ്. Hey, who's got this snack? എടാ ഞാൻ അളയാ മിണ്ടാതിരുന്ന കളി ജോക്കി. അളയാ ജോക്കി ചെയ്യും മൈലിൽ നിന്ന് കൊണടിക്കുന്ന നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ വന്ന അത്രേ ഉള്ളൂ. ഇനി ഫ്ലിക്കിന്റെ ആലോണ്, ഇനി ഫ്ലിക്കിന്റെ ആലോണ്. ഫ്ലിക്കാണ്, ഇനി ഫ്ലിക്കാണ്. അടുത്ത നോക്കി ഒന്ന് തലയിട്ടില്ലെങ്കിൽ ഫ്ലിക്ക് അടിച്ചാൽ വിടുക. ഇവിടെ ചാടി കേറി വരും. ഇവിടെ 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 ചേട്ടാ ഒരു ഫ്ലിക്ക് അടിച്ചേട്ടാ കാണണ്ടേ? അടിച്ചടിച്ച് ആ അത്രേ ഉള്ളൂ. എടാ ഞാൻ കൊറേ നാളായിട്ട് കളിക്കാറില്ല, മനസ്സിലായോ? എക്സ്ക്യൂസ് പറയല്ല, എക്സ്ക്യൂസ് പറയല്ല, അടി അങ്ങോട്ട്. അളയാ ഇത് എക്സ്ക്യൂസ് ആണെന്ന് പറയേണ്ടി വരുവോളെ ഇത്. ചേട്ടാ എടുത്തു വെച്ചാ അടിച്ചേട്ടാ, അടിച്ച് കയറി കൊടുത്തേ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. I need to blow something up. ഗ്യാസോയാ. ഫ്ലിക്ക് ഫ്ലിക്ക്. നീ ലൈവിൽ കളിച്ചിട്ട് കൊറേ ആണോ? എനിക്ക് വല്ലാത്തൊരു പിന്നെ എത്ര കേട്ടോ കേട്ടോ അതൊന്ന് വാറിലേക്ക് ഏറ്റവും നമ്മള് മുങ്ങും. പേടിയില്ലേ? ചന്ദ്രന്റെ എല്ലാം തെറിച്ചു പോയി. ഇപ്പൊ ചന്ദ്രന്റെ അണ്ടി മാത്രമേ ഉള്ളൂ, അതിലടിച്ചാ ചാവും. എടാ ഇന്ത്യൻ ആ ടെൻഷൻ ആയില്ല ഇങ്ങനെ. ടെൻഷൻ ആയടാ. എവിടെ എവിടെ എന്തുവാടാ അതിന്റെ മോളിലൊക്കെ കയറി നിക്കുന്നേ നീ? ചേട്ടൻ ഇവിടെ ഇന്റെ മണ്ടയ്ക്ക് എന്നെ അടിച്ചത്, ഏറ്റവും മണ്ടയ്ക്ക്. വാറ്റണം പോയാ ഞാൻ പോകത്തില്ല. എനിക്ക് അടി കിട്ടിയടാ. ആ ഡ്രീമറെ തലപോയി നല്ല പോയി. ഡ്രീമറെ അടിക്കലടാ, അടിക്കല റീലോഡറാ. ഓ അവിടെ ആയിരുന്നാ? അയ്യോ ജാഡ് 5-5. ഇനി അടുത്ത 5 സ്കോർ അടിച്ചുകൊണ്ട് ആര് ജയിക്കും നമുക്ക് കണ്ടറിയാം. ആരാണ് ഇവിടുത്തെ എക്സിലും ദ ഗോഡ് നമുക്ക് കണ്ടറിയാം. ജോക്കി മുന്നേറുന്നു, സ്ട്രീമർ അടിക്കുന്നു, ഡ്രീമർ അടിക്കുന്നു, വായിൽ അടിച്ചുകൊണ്ട് ജോക്കി 6-5. എടാ ഇതൊന്നും വലിയ കാര്യമല്ല. 4 സ്കോർ അടിച്ച് ജോക്കി ജയിക്കുമ്പോൾ അത് 5 സ്കോർ അടിച്ച് ഡ്രീമർ തോക്കുമ്പോൾ നമുക്ക് ജയിക്കുമ്പോൾ നമുക്ക് കണ്ടറിയാം. Okay, done. നോക്കാൻ പോലും സമയം കൊടുക്കാതെ ഡ്രീമറിന്റെ ഒരു ഫ്രീ ഫയർ. 6-6. ഇതിൽ ആര് ജയിക്കും? അയ്യോ 6-6 അല്ല, 6-6. ജോക്കി ഒന്ന് പതറിയോ എന്നൊന്നും നമുക്ക് കണ്ടറിയാം. എടാ പതറിയടാ, ഞാൻ നല്ല രീതിക്ക് പതറി നിൽക്കുവാ. ഡ്രീമർ എടാ, ഇത് എന്തുവാടാ ഇപ്പുറത്ത് അടിച്ചിട്ട് അപ്പുറം? കളി ഊരി അടിച്ചേ ഊരി അടിച്ചേ. എടാ നടക്കത്തില്ലടാ മോനെ, എന്നെ കൊണ്ട് പറ്റാൻ തോന്നുന്നില്ലടാ രമണ. ചേട്ടാ ബി കോൺഫിഡന്റ്, ബി കോൺഫിഡന്റ്. മോനെ വീണ്ടും ഒരു ഫ്രീ ഫയറിൽ തല കിട്ടുമോ നോക്കിക്കൊണ്ട് ഡ്രീമർ ചേർത്തേട്ടാ വേണം, ചേർത്തേട്ടാ വേണമെങ്കിൽ അങ്ങോട്ട് നിർത്താം, വേണം അങ്ങോട്ട് നിർത്താം. എടാ എനിക്ക് ലൈവിനകത്തിട്ട് കളിക്കാൻ വെറും 2 സ്കോർ അടിച്ചുകൊണ്ട് ഡ്രീമർ ജയിക്കുമോ അതോ 4 സ്കോർ അടിച്ചുകൊണ്ട് ജോക്കിയുടെ ഒരു കമ്പാക്ക് വരുമോ നമുക്ക് കണ്ടറിയാം. അടിക്കുന്നു, രണ്ടുപേരും വിട്ടുപോകുന്നു. 6-9, 69. ഇല്ലടാ ബെസ്റ്റ് 5 ആക്കിയല്ലോ ഡ്രീമറെ. ഡ്രീമർ ജയിച്ചാൽ
കൊണയേറ്റേണ്ടി വരും. നോക്കി കൊടുക്കരുത്. അപ്പൊ ബൈ. ചേട്ടാ ചേട്ടാ വിളിച്ചാ നീ വിളിച്ച ഞാൻ ഗോഡെന്ന് വിളിക്കണം, നിന്നെ ഗോഡെന്നല്ലേ വിളിക്കണം. വാക്ക് പാലിക്കണമെന്നാണ്. കുഴപ്പമില്ല, നിങ്ങള് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പുതിയ കീബോർഡ് എന്നെ കിക്ക് ചെയ്താ, ഡിസ്കോഡ് കിക്ക് ചെയ്തല്ലേ? ഓക്കെ ഡിസ്കോഡ് കിക്ക് ചെയ്ത് ഡിസ്കോഡ് കിക്ക് ചെയ്ത് കുഴപ്പമില്ല. പക്ഷേ guys, ഇതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇല്ല ഒരു സ്ക്രിപ്റ്റ് ഇല്ല. ഇന്നലെ വിളിച്ചതാണ്. ഞാൻ മാക്സിമം ഒഴിഞ്ഞ് മാറിയതാണ്. ഡ്രീമറിന്റെ ഒരു വീഡിയോ അത് കണ്ടന്റ് ആക്കണം, ക്ലിപ്പ് ആക്കണം, ലൈവ് സമയത്ത് മാക്സിമം ഒഴിഞ്ഞ് മാറിയാണ്. ഞാൻ വല്ലപ്പോഴും കളിക്കുന്ന ഒരു പ്ലെയർ ആണ്.